നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മെറ്റ എഐയെ കുറിച്ചിട്ടാണ്. അതായത് എല്ലാവർക്കും വാട്സപ്പിൽ പുതിയ ഒരു അപ്ഡേഷനിൽ വന്നിട്ടുള്ള ഒരു പുതിയ ഫീച്ചറാണ് മെറ്റ എഐ എന്ന് പറയുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാണ് എഐയുടെ ഫുൾ ഫോം. ഇത് ഉപയോഗിച്ച് നമുക്ക് ലോകത്തുള്ള എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബോട്ട് അതിന് ആൻസർ പറയുന്നതാണ്. ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടായിരിക്കും, സ്വന്തം വാട്സപ്പിൽ ഇത്തരത്തിലുള്ള ഒരു ബ്ലൂ കളറിലുള്ള ഒരു റിങ് വന്ന് കിടക്കുന്നത് എന്താണ് എന്നുള്ളത്. അത് എന്താണ് എന്നുള്ളതും എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ സൂരജ് ചോലക്കൽ, ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെറ്റയുടെ എഐ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി ജസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോകുന്നു. പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം വാട്സപ്പ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. വാട്സപ്പ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇൻസ്റ്റാൾഡ് കാണിക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി അതല്ലെങ്കിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്നും ഇവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് എന്നാണ് വരിക. ഓപ്പൺ എന്നുള്ളിടത്തിൽ അത് അപ്ഡേറ്റ് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഓപ്പൺ കൊടുക്കുന്നു. ഇനി സാധാരണ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന പോലെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇത് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഏറ്റവും താഴെ നിങ്ങൾക്ക് പ്ലസ് ബട്ടന്റെ നേരെ മുകളിലായിട്ട് ഒരു റൗണ്ടിൽ ഒരു ചിത്രം കാണിക്കുന്നുണ്ട്. ഇതാണ് മെറ്റയുടെ എഐ എന്ന് പറയുന്നത്. അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ആസ്ക് മെറ്റ എഐ എനിത്തിങ് എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലോകത്തിലുള്ള എന്ത് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും ഒരു സംശയമാണെങ്കിൽ അതിന് മറുപടി കിട്ടുന്ന ഒരു ചാറ്റാണ് മെറ്റ എഐ എന്ന് പറയുന്നത്. ഇപ്പൊ പുതുതായിട്ട് വാട്സപ്പിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണിത്. ഇത് പഠിക്കുന്ന ആളുകൾക്കും ഇനി എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും അത് ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഒരു ആളെ പോലെ തന്നെ നമ്മൾ ചാറ്റ് ചെയ്യുന്ന ഒരാളെ പോലെ തന്നെ നമുക്ക് മറുപടി വിത്തിൻ സെക്കൻഡ് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കാറ്റഗറി ഒക്കെ കൊടുത്തിട്ടുണ്ട്. മെക്കെ ബഡ്ജറ്റ് മീൽ പ്ലാൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി, അതേപോലെ ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഇമാജിൻ റണ്ണിങ് ഓൺ മാർസ്, അങ്ങനെ ഒരുപാട് കാറ്റഗറി ആയിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് താഴെ മെസ്സേജ് ആയിട്ട് ചോദിക്കാനും സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ സാധാരണ ക്ലിക്ക് ചെയ്യുന്ന പോലെ തന്നെ ക്ലിക്ക് ചെയ്ത് നമുക്ക് സംശയങ്ങളൊക്കെ ഇവിടെ ചോദിക്കാൻ സാധിക്കും. ആദ്യം തന്നെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു കണ്ടിന്യൂ കൊടുക്കേണ്ടതുണ്ട്. കണ്ടിന്യൂ എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള എന്ത് സംശയം വേണമെങ്കിലും ഇവിടെ ചോദിക്കാവുന്നതാണ്. ഞാനിവിടെ ഡാഡൂസ് കോർണർ ഓഫീസ് ഇൻ മാർസ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ, എന്നിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ ഡാഡൂസ് കോർണറും മാർസിൽ ഒരു ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഫോട്ടോ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത്തരത്തിൽ വളരെ സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ഓഫീസാണ് നമ്മൾ തുറന്നിട്ടുള്ളത്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് എന്ത് സംശയവും ഇതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി തരുന്നതാണ്. ഇവിടെ ഈ ഇരിക്കുന്നത് ഞാനാണ് എന്നാണ് ഈ മെറ്റ എഐ പറയുന്നത്. അതായത് നമ്മൾ അവിടെ ഇറങ്ങി നമ്മുടെ വാഹനമൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓഫീസ് തുറന്ന് അവിടെ വീഡിയോ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയിപ്പോൾ നമ്മൾ മറ്റൊരു കാര്യം സെർച്ച് ചെയ്ത് നോക്കുകയാണ്. ന്യൂ മോഡേൺ ഡ്രസ് എന്നടിച്ചു. സെർച്ച് ചെയ്യുന്ന സമയത്ത് ഓക്കെ, ഇവിടെ പുതിയ ഒരു ഡ്രസ്സ് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മെൻ ആണെങ്കിൽ മെന്ന് കൊടുക്കാം, ലേഡീസ് ആണെങ്കിൽ ലേഡീസ് കൊടുക്കാം. ഏത് തരത്തിലുള്ള ഫോട്ടോയും നമുക്ക് ഈ എഐ കാണിച്ചു തരുന്നതാണ്. ഇപ്പൊ എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. നമുക്കൊരു ഡെഫിനിഷൻ ചോദിക്കാം. ഡെഫിനിഷൻ ഓഫ് ഹോംസ് ലോ എന്ന് ചോദിക്കാം. സെൻഡ് കൊടുക്കുന്നു. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽ ഫുള്ള് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. എന്താണ് ഹോംസ് ലോ എന്ന് പറയുന്നുണ്ട്, അതിന്റെ ഇക്വേഷൻ പറയുന്നുണ്ട്. ഇത്തരത്തിൽ നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ഇതിൽ ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒരു ചോദ്യം കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം പെട്ടെന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾ സാധാരണ വോയിസ് ചോദിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വോയിസ് ആയിട്ടും ചോദിക്കാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വോയിസ് ക്ലിക്ക് ചെയ്ത് ചോദിച്ചു നോക്കാം. ഇനി മലയാളം ലാംഗ്വേജ് സപ്പോർട്ടാണോ എന്ന് നോക്കാം. ഞാൻ എൻ്റെ കീപാഡ് മംഗ്ലീഷ് കീപാഡാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എന്താണ് ന്യൂട്ടന്റെ ചലന നിയമം?
ഓക്കെ, അത് സെൻഡ് കൊടുക്കുന്നു. മലയാളത്തിലാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ മെറ്റ AI മലയാളം അറിയാം എന്നാണ് പറയുന്നത്, കാരണം ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിലാണെങ്കിലും അതിന്റെ മലയാളം താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തെ നിയമം പറയുന്നുണ്ട്, രണ്ടാമത്തെ നിയമവും പറയുന്നുണ്ട്, മൂന്നാമത്തെ നിയമവും പറയുന്നുണ്ട്. നമ്മൾ ഒരു നിയമം ചോദിച്ച സമയത്ത്, അതായത് ചലന നിയമങ്ങൾ എന്ന് മാത്രമേ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. അപ്പം 3 എണ്ണമുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. അതിന്റെ ഇക്വേഷനും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ. ഇത്തരത്തിൽ വളരെ നിഷ്പ്രയാസം നമുക്ക് ലോകത്തുള്ള എന്ത് കാര്യങ്ങളും ഈ ഒരു മെറ്റ AI ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് എവിടേക്കെങ്കിലും ഒരു ടൂർ പോകണമെങ്കിൽ, അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ആ സ്ഥലത്തെക്കുറിച്ച് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഗോ ടു കേരള എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഗോ ടു കേരള, ഗോ ടു കേരള എന്ന് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്തു. അപ്പോൾ കേരളത്തെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വായിച്ചു നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഗോഡ്സ് ഓൺ കൺട്രിയാണ്, കേരള ഈസ് ഫേമസ് ഫോർ എന്ന് പറഞ്ഞ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഇനിയും നമുക്ക് ഓരോ വിഷയത്തെക്കുറിച്ച് ചോദിക്കണമെങ്കിൽ അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് എഡ്യൂക്കേഷൻ പർപ്പസ് ആണെങ്കിലും ഫുഡ് പർപ്പസ് ആണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു വിഭവത്തെ കുറിച്ചിട്ട് അറിയണമെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് ചോദിച്ചാൽ മതിയാകും. ഇത്തരത്തിൽ നിഷ്പ്രയാസം തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇതിൽ അറിയാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ പഴയ വാട്സപ്പ് ഉപയോഗിച്ച് പരിചയമുള്ള ഒരാളാണെങ്കിൽ, അതായത് ഈ ഒരു മെറ്റ AI ഈ റൗണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അലോസരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പിന്റെ സെറ്റിംഗ്സ് ആയ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ സെറ്റിംഗ്സ് ഉണ്ടാകും. സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. ചാറ്റ് എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫോണ്ട് സൈസ് എന്നുള്ള ഓപ്ഷന്റെ താഴെയായി ഷോ മെറ്റ AI ബട്ടൺ എന്ന് കാണുന്നുണ്ട്. ഈ ബട്ടൺ നമ്മളിവിടെ ഓൺ ആയിട്ടാണ് കിടക്കുന്നത്. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഹോം ബട്ടണിലും ഈ AI സിമ്പിൾ പോയി കിട്ടുന്നതാണ്, പഴയ പോലെ ആകുന്നതാണ്. ഇനി ഓൺ ആക്കണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇത് ഓൺ ആക്കിയാൽ അത് അവിടെ വരുന്നതാണ്. നമുക്ക് അവിടെ തന്നെ വെക്കുന്നതാണ് നല്ലത്, കാരണം അർജന്റ് ഒക്കെ വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ അതാണ് നല്ലത്. ഇനിയിപ്പോൾ നമ്മൾ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തെക്കുറിച്ച് അറിയാനായി ഈ ചാറ്റ് GPT അതായത് മെറ്റ AI ചോദിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പം ഞാൻ പാലക്കാട് പോകുന്നുണ്ട്, അപ്പോൾ പാലക്കാടിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ എനിക്ക് അറിയണം എന്നുണ്ടെങ്കിൽ പാലക്കാട് എന്ന് ടൈപ്പ് ചെയ്യുക. പാലക്കാട് മാപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് സെൻഡ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ പാലക്കാടിന്റെ മാപ്പുകൾ വരുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എങ്കിലും താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഗൂഗിൾ മാപ്പ് ഇവിടെ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് മാപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഓരോ സ്ഥലങ്ങളെ കുറിച്ച് നമുക്ക് ഇതിൽ അറിയാൻ സാധിക്കുന്നതാണ്. അവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങളും വിക്കിപീഡിയയിലുള്ള കാര്യങ്ങളും ഫോട്ടോകളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു. കാരണം നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാനും അതേപോലെ തന്നെ കുട്ടികൾക്ക് തന്നെ മൊബൈൽ ഉപയോഗിച്ച് കാര്യങ്ങൾ കണ്ടെത്താനും ഒക്കെ, ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടെത്താനൊക്കെ ഇത് ഉപകരിക്കുന്നതാണ്. സംശയങ്ങളൊക്കെ മാറ്റാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് വരുന്നത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇത്തരത്തിലുള്ള നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.